നേപ്പാളിൽ രാജ്യസുരക്ഷയുടെ പേര് പറഞ്ഞ് സാമൂഹിക മാധ്യമങ്ങൾ കൂട്ടത്തോടെ നിരോധിച്ചതോടെ തെരുവിലിറങ്ങി ജെൻസി തലമുറ. സർക്കാർ അഴിമതി മറയ്ക്കാനുള്ള നീക്കമെന്ന് ആരോപിച്ച് യുവതീവാക്കളുടെ വലിയ പ്രക്ഷോഭത്തിനാണ് രാജ്യമാകെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന സമരക്കാർക്ക് നേരെയുണ്ടായ പോലീസ് വെടിവെപ്പിൽ 19 പേർ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ. 100-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രക്ഷോഭം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചതോടെ സമരക്കാരെ നേരിടാൻ സർക്കാർ സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നു. നേപ്പാൾ പാർലമെന്റിലേക്ക് യുവാക്കൾ നടത്തിയ മാർച്ചാണ് സംഘർഷത്തിലേക്കും വെടിവെപ്പിലേക്കും കലാശിച്ചിരിക്കുന്നത്. ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നേപ്പാൾ ആഭ്യന്തരമന്ത്രി രാജിവെച്ചിരിക്കുകയാണ്. നിയന്ത്രണാതീതമാണ് ഈ അക്രമം. പലയിടത്തും ഈ രീതിയിലാണ് സംഘർഷം ഉണ്ടായിരിക്കുന്നത്. സജിത് കുമാർ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുകയാണ് വിവരങ്ങളുമായി. അജിത്ത്, സമീപകാലത്തെ ഏറ്റവും വലിയ യുവജന പ്രക്ഷോഭമായത് മാറുകയാണ്. എന്താണ് ഈ വലിയ കലാപമുണ്ടായ സ്ഥലങ്ങളിലേക്ക് ഏറ്റവും ഒടുവിലെ സാഹചര്യം? ശീതൾ, 2022 അധികാരത്തിൽ വന്ന സഖ്യ സർക്കാരിന് ഏറ്റവും വലിയ തലവേദനയായി ജെൻസി തലമുറയുടെ ഈ പ്രക്ഷോഭം. അതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര മന്ത്രിസഭാ യോഗം അല്പം മുമ്പാണ് ചേർന്നത്. ഈ മന്ത്രിസഭാ യോഗത്തിലാണ് ആഭ്യന്തരമന്ത്രി രാജി പ്രഖ്യാപിച്ചത്. ഈ സംഘർഷത്തിൽ ഒപ്പം 19 പേരുടെ മരണത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുന്നു എന്നാണ് ആഭ്യന്തരമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്, രാജി സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഉന്നതതല അന്വേഷണത്തിനും സർക്കാർ ഉത്തരവിട്ടിരിക്കുകയാണ്. യുവതികൾ പ്രതിഷേധിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ചില തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നു എന്ന് കാണിച്ചുകൊണ്ട് 26 സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളാണ് രാജ്യത്ത് നിരോധിച്ചത്. രാജ്യത്തിന് അവരുടെ നിയമങ്ങൾ പാലിക്കുന്നില്ല. അതുകൊണ്ടാണ് ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, യൂട്യൂബ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങൾ രാജ്യത്ത് നിരോധിച്ചത്. സെപ്റ്റംബർ 4-ാം തീയതി വ്യാഴാഴ്ചയായിരുന്നു. അതിനെ തുടർന്നാണ് ഇത് ഉപയോഗിക്കുന്ന 40%-ലധികം വരുന്ന യുവതികൾ തെരുവിലേക്ക് ഇറങ്ങിയത്. കാഠ്മണ്ഡുവിലായിരുന്നു തുടക്കം. പാർലമെന്റ് മന്ദിരത്തിലേക്ക്, രാഷ്ട്രപതി ഭവനിലേക്ക്, പ്രധാനമന്ത്രിയുടെ നഗരത്തിലൊക്കെ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ ഉണ്ടായി. അതിന്ന് വലിയ തോതിൽ അണമുട്ടി വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് വന്നു. സൈന്യം രംഗത്തിറങ്ങുന്നു. പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട കവാടം പൊളിച്ച് അവർ അകത്തേക്ക് കയറുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായ സാഹചര്യത്തിലാണ് വെടിവെപ്പടക്കം ഉണ്ടായത്. ഇതിലാണ് ദാരുണമായ യുവാക്കളുടെ അന്ത്യം വരെ ഉണ്ടായിരിക്കുന്നത്. ഈ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് ഒടുവിലത്തെ റിപ്പോർട്ടിൽ. 250ഓളം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. അപ്പോൾ ഈ സാഹചര്യം പക്ഷേ പ്രധാനമായും വരുന്നത് ഇപ്പോഴത്തെ നിരോധനം മാത്രമല്ല, രാജ്യത്തെ സർക്കാരിനെതിരെ ഉയർന്ന അഴിമതി, കെടുകാര്യസ്ഥത, തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നേപ്പാളിൽ ചർച്ചയാണ്. രാഷ്ട്രീയ നേതാക്കളുടെ, സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ മക്കൾ മാത്രമാണ് നന്നായി ജീവിക്കുന്നത്, ഞങ്ങളെല്ലാം പ്രതിസന്ധിയിലാണെന്ന് യുവാക്കളുടെ വലിയ കൂട്ടായ്മകൾ തന്നെ ഈ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ പരിഹാസവും വിമർശനവും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ വർദ്ധിച്ചതുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങൾ നേപ്പാൾ സർക്കാർ നിരോധിച്ചത് എന്ന വിമർശനവും പ്രക്ഷോഭകാരികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും ശരി അജിത്ത്, വ്യക്തമാണെങ്കിൽ പലവിധ സാഹചര്യങ്ങളാണ് ഇതിലേക്ക് നയിച്ചിരിക്കുന്നത്. ഏതായാലും പൂർണ്ണമായി കൈവിട്ട നിലയിലേക്ക് സംഘർഷം മാറിയിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രിയുടെ രാജിവരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. സജിത് കുമാറാണ് വേഗം മാറ്റിയത്.